റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? ഈ പറഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്, വി കാൺ ബി ഈക്വൽ കോൺട്രിബ്യൂട്ടേഴ്സ് എന്നുള്ളത്. ചില ദിവസങ്ങളിൽ നമ്മുടെ പാർട്ട്ണറിന് 10% ഓഫ് എനർജിയെ കാണുകയുള്ളൂ. അത് ചിലപ്പോൾ വല്ല സ്ട്രെസ്സോ ജോലിഭാരമോ അങ്ങനെ പല റീസണുകൾ കൊണ്ടാകാം. ആ സമയത്ത് ഞാൻ എൻ്റെ 50% ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്തിട്ടുണ്ട്, ബാക്കി 50% നിങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതിൽ വല്ല കാര്യവുമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അനുഭവത്തിൽ നിങ്ങളുടെ പാർട്ട്ണറിന് 10% എനർജി ഉള്ളൂവെങ്കിൽ ബാക്കി 90% എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ട് അത് 100% എത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഏതൊരു ടീം സ്പോർട്ടിനെ പോലെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും. അവിടെ വ്യക്തിഗത സ്കോറിന് യാതൊരു പ്രാധാന്യവുമില്ല, മറിച്ച് ടീം ടോട്ടലിനാണ് പ്രാധാന്യം. പിന്നെ ഇതൊരു വൺ വേ ഗെയിം ഒന്നും അല്ല കേട്ടോ. റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരാൾ തന്നെയാണ് കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നതെങ്കിൽ ആ കൂടുതൽ എഫേർട്ട് ഇടുന്ന ആള് പെട്ടെന്ന് തന്നെ എക്സോസ്റ്റഡ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് ആസ് എ കപ്പിൾ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഈ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഇടുന്ന കൂടുതൽ എഫേർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും ചില സമയത്ത് നമ്മുടെ എനർജി 10% ഉള്ളുവെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് നമ്മുടെ പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ.